നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മെന്റർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഏറ്റവും വലിയൊരു സത്യത്തെക്കുറിച്ചാണ്. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഇന്നത്തെ ജീവിതമെന്ന് പറയുന്നത് നിങ്ങൾ മുന്നേ ചിന്തിച്ച ചിന്തകളുടെ ഫലമാണ്. നിങ്ങൾ 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ എന്താണോ ചിന്തിച്ചു കൂട്ടിയത്, അതാണ് ഇപ്പോഴത്തെ നിങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ എന്തായിത്തീരണമോ അത് നിങ്ങൾ ഇന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും നിങ്ങൾ മുന്നേ ചിന്തിച്ച ചിന്തകളുമൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നുവോ അത് പണ്ട് നമ്മളെടുത്ത തീരുമാനങ്ങളുടെയും ചിന്തകളുടെയും പരിസമാപ്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമായാലും പ്രയാസമായാലും അത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. ഒരു കെട്ടിടം പണിയുന്നതിനു മുൻപ് ഒരു ആർക്കിടെക്റ്റിന്റെ മനസ്സിൽ അതിന്റെ ചിത്രം തെളിയുന്നതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ആദ്യം രൂപപ്പെടുന്നത്. ഒരു ആർക്കിടെക്റ്റ് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരു ജനലോ വാതിലോ എവിടെ വെക്കണം എന്ന് ചിന്തിക്കുന്നതിൽ ചെറിയൊരു തെറ്റ് വരുത്തിയാൽ ആ വീട് പണിതു വരുമ്പോൾ ആ തെറ്റ് വലിയൊരു പാളിച്ചയായി മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം പണിയുന്ന ആർക്കിടെക്റ്റ് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സാകുന്ന പ്ലാനിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റായ ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാകുന്ന കെട്ടിടം പണിതു വരുമ്പോൾ അവിടെ സമാധാനക്കേടും വലിയ പ്രതിസന്ധികളും വഴക്കുകളും ഉണ്ടാകും. അപ്പോൾ പ്ലാനിലെ ആ തെറ്റുകൾ മാറ്റേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ സമാധാനം കളയുന്നത് എന്റെ പങ്കാളിയാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരാണ് എന്ന്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തേണ്ട വല്ല കാര്യവുമുണ്ടോ? സത്യത്തിൽ പുറത്തുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ല നിങ്ങളെ തളർത്തുന്നത്, മറിച്ച് അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിനുള്ളിൽ ആവർത്തിച്ച് ചിന്തിച്ചുകൂട്ടുന്ന നെഗറ്റീവ് ചിന്തകളാണ്. ചിലപ്പോൾ ഈ സത്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. അല്ല, എന്റെ ജീവിതം നശിപ്പിച്ചത് ഇന്നയാളാണ്, അവരെ ഞാൻ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല മാറ്റമുണ്ടായോ? മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും കൂടുകയല്ലേ ചെയ്തത്? അപ്പോൾ ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. അതെ, വീട്ടുകാരെയോ സാഹചര്യങ്ങളെയോ പഴിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല. ഇത്രയും കാലം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ കൊണ്ടു നടന്ന ആ നെഗറ്റീവ് ചിന്തകളാണ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. ഓർക്കുക, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ മനസ്സാകുന്ന ഈ പ്ലാനിലെ തെറ്റുകൾ തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഇതേ ദുരനുഭവങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഒരേ തരം സങ്കടങ്ങളും ഒരേ തരം പരാജയങ്ങളും വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയെല്ലാം ചിന്തിച്ചതുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടുള്ള ജീവിതം മനോഹരമായി മാറ്റിപ്പണിയാൻ സാധിക്കൂ. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകം തന്നെ മാറും. നന്ദി.